അങ്ങനെ ഒരു ദിവസം താങ്കൾ ഇവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു? 6 മാസം എടുത്തു, ഒരു ദിവസം കൊണ്ടല്ല. ഇത് വായിച്ചു അതേ സമയത്ത് തന്നെ പല ബുദ്ധിമുട്ടുകളും ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ഇത് വായിച്ചു നമ്മൾ ഒരു മുട്ടയ്ക്കകത്ത് കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുകയാണല്ലോ, ഇത് പൊട്ടിച്ച് പുറത്ത് വരണമല്ലോ. അങ്ങനെ ഈ ഒരു അന്തസംഘർഷം 6 മാസത്തോളം ഇത് വിട്ടുപോകണോ ഇതിനകത്ത് നിൽക്കണോ, വേറെ വരുമാനമൊന്നുമില്ല, എങ്ങനെ ജീവിക്കും, ഈ ഒരു പലതരം സംഘർഷങ്ങളാണല്ലോ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ സംഘർഷം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ദിവസം രാജി കൊടുത്തു. രാജി കൊടുത്തതിന് ശേഷം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത രാജി കൊടുത്തതിന് ശേഷം താങ്കൾ എന്താ ചെയ്തത്? കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നതാണ്. രാജി കൊടുത്തതിന് ശേഷം ഒരു 2-3 മാസം വീട്ടിൽ വെറുതെ ഇരുന്നു, ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്നു. ഞാൻ അന്ന് ആ ദിവസം ഞാൻ ചോദിച്ചു, രാജി കൊടുത്തതിന് ശേഷമുള്ള ആ ദിവസം ഏതോ ഒരു ഊരാക്കുടുക്കിനകത്തുനിന്ന് കരകയറിയ ഒരു ഫീലിംഗ് ആയിരുന്നു. വിമോചിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ നമുക്ക്, സ്വതന്ത്രമായി എന്നുള്ളൊരു തോന്നൽ. ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ലോകത്ത് നിന്ന് സ്വതന്ത്രമായി. അതിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഞാൻ ഓർക്കുന്ന, ഇപ്പം രസകരമായി ചോദിച്ചത് കൊണ്ടാണ്, അതിനുശേഷം ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പാർട്ട്ണർ വാണിയോട് പറഞ്ഞു, നീ ചമ്പക്കര മാർക്കറ്റിൽ പോയി കുറച്ച് കരിമീൻ മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ കരിമീൻ മേടിച്ചുകൊണ്ട് വന്ന് വറുത്ത് കഴിച്ചിട്ടാണ് ആ ലോകത്തോട് വിട പറയുന്നത്. അതുവരെ വെജിറ്റേറിയൻ ആണല്ലോ. അങ്ങനെ വാണിയോട് പറഞ്ഞ് ചമ്പക്കരയിൽ പോയി കരിമീൻ മേടിച്ചുകൊണ്ട് വന്ന് വറുത്ത് കഴിച്ചിട്ടാണ് ആ ലോകത്തിൽ നിന്നും വിട പറയുന്നത്. അങ്ങനെ ആ ലോകത്തെ ഉപേക്ഷിക്കുക അതോടുകൂടി. അങ്ങനെ ഒരു സന്ദർഭം എൻ്റെ മനസ്സിലുണ്ട്.